ഇന്ന് നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിലും വാർത്താമാധ്യമത്തിലുമൊക്കെ നമ്മുടെ ഡൊണാൾഡ് ട്രംപിനെ നടുക്കിരുത്തി കുറച്ച് പാസ്റ്റർമാരെല്ലാവരും കൂടി ഇങ്ങനെ തൊട്ടു പ്രാർത്ഥിക്കുന്ന ഒരു ചിത്രം കാണാനിടയായി. എന്തായാലും ആ ചിത്രം കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൂടെ ചില ചിന്തകൾ കടന്നുപോയി. അതിലൊന്നാമത്തെ ചിന്ത എന്താണെന്ന് വെച്ചാൽ, അത്യാവശ്യം പ്രാർത്ഥന വേണ്ട ഒരാളാണ്. ഏതായാലും ഉത്തരേന്ത്യയിലെ പോലെ ഈ പ്രാർത്ഥിക്കുന്ന കണ്ട് പാസ്റ്റർമാരെ ആരും എടുത്തിട്ട് അടിക്കത്തൊന്നുമില്ല. കാരണം മതമാറ്റത്തിനല്ലല്ലോ. ട്രംപ് അല്ലെങ്കിൽ തന്നെ അവരുദ്ദേശിക്കുന്ന മതത്തിലാണല്ലോ. ഇപ്പോൾ ട്രംപിനെ പോലെ ഒരാളിനെ തൊട്ട് പ്രാർത്ഥിച്ച് മനസ്സിന് ഒരു വെളിവും ഒക്കെ കിട്ടി ഈ യുദ്ധഭ്രാന്തും മനുഷ്യനെ കൊല്ലുന്ന ആ പ്രവൃത്തിയും ആ വിടുവായിത്തരവും ഒക്കെ നിർത്തുകയും പിന്നെ 10-16 വയസ്സുള്ള പെൺകുട്ടികളെ പണ്ട് എപ്സ്റ്റീൻ ദ്വീപിൽ ചെന്ന് കൈകാര്യം ചെയ്തതിൻ്റെ പാപങ്ങളൊക്കെ ഒന്ന് കഴുകിക്കളയുകയും പിന്നെ ഏത് പെണ്ണുങ്ങളെ എവിടെ വെച്ച് കണ്ടാലും ഉണ്ടാകുന്ന ആ സൂക്കേടിനൊക്കെ ഒരു ആശ്വാസവുമൊക്കെ അദ്ദേഹത്തിൻ്റെ ആ തൊട്ടു പ്രാർത്ഥനയിലൂടെ വന്നാൽ, സാധാരണ ആളുകൾക്ക് വന്നാൽ അവർക്കൊരു സമാധാനമാണ് കിട്ടുക, ഇത് ലോകത്തിനൊരു സമാധാനം കിട്ടും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എല്ലാവരും ഇരുന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. സാധാരണ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഈ ജീവിതത്തിൻ്റെ അന്ത്യത്തിലാണ്. ഓരോരുത്തർ അവസാനം കൂടിയിരുന്ന് പ്രാർത്ഥന കൈക്കൊള്ളാൻ വേണ്ടി പിതാവ് വന്നു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഏതായാലും ഇപ്പം അദ്ദേഹത്തിന് ഇങ്ങനെ തൊട്ടു പ്രാർത്ഥിക്കുന്ന ആ സംഗതി കണ്ടപ്പം എനിക്കതിൽ ഭയങ്കര സന്തോഷം തോന്നി. ആ പ്രാർത്ഥന ഫലം ചെയ്യട്ടെ, വെളിവ് കിട്ടട്ടെ, അദ്ദേഹത്തിന് ഈ പറയുന്ന ഒരു 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 ലോകത്തിനും ഒരു സമാധാനമൊക്കെ കിട്ടട്ടെ എന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഇത് ഏതെങ്കിലും ഈ യുദ്ധം ചെയ്യുന്ന ഈ കെടുതികളുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരുത്തനെ 5-6 മുസ്ലിയാക്കന്മാർ പോയാണ് ഇത് ചെയ്തതെങ്കിൽ കിടന്നു പൊറുക്കാനൊക്കത്തില്ലായിരുന്നു. കിടന്നു പൊറുക്കാൻ പറ്റത്തില്ലായിരുന്നു. കണ്ടില്ലയോ യവന്മാരെല്ലാം ഇങ്ങനെ കണ്ടോ, യവന്മാർ പ്രാർത്ഥിക്കുന്ന കണ്ടോ, ഇന്ത്യൻ സമുദ്രത്തിൽ വന്ന് നമ്മുടെ കപ്പലടിച്ചേനെ അവന്മാരെ പോയി ഉസ്താദന്മാരിലൂടെ പ്രാർത്ഥിക്കുക, അവന്മാർ ലോകത്ത് ഇസ്ലാമിനെ കൊണ്ടുവരാൻ പോകുന്ന ജിഹാദികൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എല്ലാത്തിനൂടെ ഇറങ്ങിയേനെ. ഇപ്പോൾ ഒരു അനക്കവും ഇല്ല. എല്ലാവരും വായിലിങ്ങനെ പഴം വെച്ചിരിക്കുക ആ ചിത്രം കണ്ട്. പിന്നെ എനിക്ക് മൂന്നാമത്തെ ചിന്ത പോയത് എവിടെയാണെന്നറിയാമോ? ഇസ്ലാം മതത്തിലെ പാസ്റ്റർമാരെക്കുറിച്ച് ഓർത്തപ്പോഴാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ക്രിസ്ത്യൻ മതത്തിലെ പാസ്റ്റർമാർക്ക് ഒന്നുമല്ലെങ്കിൽ ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, എവിടെ പ്രാർത്ഥിച്ചാലാണ് ഗുണം കിട്ടുക, ഇത്തരം ചില സംഗതികളൊക്കെ ഉണ്ട്. പക്ഷേ ഇസ്ലാം മതത്തിൽ കുറച്ച് പാസ്റ്റർമാരുണ്ട്. അവരെന്താ പണിയെന്ന് വെച്ചാൽ, അവർക്ക് ഈ പ്രാർത്ഥനയൊന്നുമല്ല പ്രധാനപ്പെട്ട കാര്യം. അവരുടെ പ്രധാനപ്പെട്ട പണി അവരുടെ കൂട്ടത്തിലുള്ളവന് ചീത്ത പറയുക, അവനെയൊക്കെ പരിഹസിക്കുക, അവനെ കളിയാക്കുക, എന്നിട്ട് സ്വന്തം സംഘടന വളർത്തുക, എന്നിട്ട് അതിൻ്റെ അടുത്തിൽ മാന്യമായിട്ടിരിക്കുക. ഇങ്ങനെയൊക്കെ ഇരിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ ദിവസം ഒരു പാസ്റ്ററെ കാണാനിടയായി. ഇതാണ് ആ പാസ്റ്റർ. ഷഹീദല്ലേ? യുദ്ധത്തിലാണോ ഷഹീദായത്? അദ്ദേഹം ഷഹീദാകുന്ന മദീന പള്ളിയിൽ ഇമാമക്കുള്ള ആരാ അദ്ദേഹത്തെ കുത്തിയത്? അബൂ ലുഅ്ലുഅത്തുൽ മജൂസി. അബൂ ലുഅ്ലുഅത്തുൽ മജൂസിന്റെ ഖബർ എവിടെ? ഇറാനിലാണ്. ആ ഖബറിനെ ചെന്ന് സന്ദർശിക്കുകയും സിയാറത്ത് ചെയ്യുകയും ഇസ്തിഹാസ ചെയ്യുകയും ചെയ്യുന്ന ടീമാണ് ഇറാനിലെ ഷിയാക്കൾ. ആ ഷിയാക്കളെ നേതാവാണ് ഇന്നിപ്പോ വാർത്തയിൽ നിറഞ്ഞിരിക്കുന്ന ഒരുത്തൻ ആണല്ലോ. അയാള് ഷഹീദ് എന്നൊക്കെ പറയും. അവിടെ നിർത്തിയാളിയത് ഷഹീദൊന്നല്ല, ഷഹീദല്ല. എന്താണ് ഈ പറയുന്നത്? ആയിഷ ബീവിയെ കാഫറത്ത് എന്ന് വിളിക്കുന്ന ടീം ഷഹീദോ? ഇസ്ലാമിൽ നിന്ന് കുഫർ വന്ന് പുറത്തുപോയ ടീമാണവർ. ഉമർ ബിൻ ഖത്താബിനെ നെഞ്ചത്ത് കത്തികുത്തി കയറ്റി അബൂ ലുഅ്ലുഅത്തുൽ മജൂസിയുടെ ഖബറിനെ ആദരിക്കുന്ന ടെഹ്റാൻ എന്ന് പറയുന്ന പട്ടണം, ഇറാനിന്റെ തലസ്ഥാന നഗരിയിൽ ഒരൊറ്റ അഹ്ലുസുന്നയുടെ പള്ളിയില്ല. പ്രിയപ്പെട്ടവരെ, ഒറ്റ അഹ്ലുസുന്നയുടെ പള്ളിയില്ല. 1970-കളിലാണ് ലക്ഷക്കണക്കിന് സുന്നികളെ അറുകൊല ചെയ്ത വ്യക്തിയാണ് ഇന്ന് കൊല്ലപ്പെട്ട ആ വ്യക്തി. അറിയോ? ആ സുന്നി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ സമസ്തക്കാരല്ല, അഹ്ലുസുന്നയുടെ വൃത്തത്തിന്റെ ഉള്ളിലുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും പണ്ഡിതന്മാരെ വിളിക്കുന്ന പേരെന്താ? അങ്ങനെയുള്ള മുസ്ലിമീങ്ങളെ ലക്ഷക്കണക്കിന് കൊന്ന അതിന് നേതൃത്വം കൊടുത്ത ആളാണ് ഇപ്പൊ മരിച്ചത്. ഇവിടെ പാണക്കാട് തങ്ങളൊക്കെ ഷഹീദ് എന്ന് പറഞ്ഞ് വാഴ്ത്തുന്നു. അതൊക്കെ എന്ത് കുന്തറിയും ആ വിഷയത്തിൽ? ഒന്നും അറിയില്ല. സങ്കടം തോന്നി അയാളുടെ ആ ഇൽമിന്റെ ജഹാലത്ത് കണ്ട സമയത്ത്. ഇസ്രായേൽ എന്ന് പറയുന്ന പൊതുശത്രു ഇറാനിൽ ആക്രമിക്കുമ്പോ അവർ ചെയ്യുന്നത് നീതിയോ അനീതിയോ അത് വേറെ ചർച്ച. അവർ ചെയ്യുന്നത് തമ്മാടിത്താണ്, സംശയമല്ല. പക്ഷെ ഇവിടെ ഇയാൾ എന്ത് ചെയ്യണ്ട? ഷഹീദിന്റെ പദവിക്ക് ഉയർത്തണ്ട എന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. ഇവനെപ്പോലുള്ള കുറേ ഇസ്ലാമിക പാസ്റ്റർമാരുണ്ട്. ഈ ട്രംപിനെ തൊട്ട് പ്രാർത്ഥിക്കുന്നതിന് അവർക്ക് വേറെ കാരണങ്ങളൊന്നും വേണ്ട. അവരുടെ കാരണം വളരെ ക്ലിയറാണ്. അവരുദ്ദേശിക്കുന്ന എതിരാളിയെ ആക്രമിക്കുന്ന ഒരു പോരാളിയാണ്. ബാക്കിയെല്ലാം അവിടെ ഇരിക്കട്ടെ എന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിലെ പാസ്റ്റർമാർക്ക് അങ്ങനല്ല. ഇതിലെ പാസ്റ്റർമാർക്ക് ഇപ്പോഴും കടി തീർന്നിട്ടേ ഇല്ല. ഈ സൈസ് കടിയായിട്ട് ജീവിക്കുകയാണ്. അതുകൊണ്ട് ആ പാസ്റ്റർമാർ ഈ ക്രൈസ്തവ മതത്തിലെ പാസ്റ്റർമാരെക്കാൾ കൂടുതൽ
ഈ പാസ്റ്റർമാരെ തൊട്ടാണ് ഈ മതത്തെ രക്ഷിക്കേണ്ടത് എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കറിയില്ല, അത് ഞാൻ അന്വേഷിക്കുന്നുമില്ല. എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ.